ഒരു സിനിമ കണ്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സംസാരിക്കാൻ വാക്കുകളില്ലാത്തൊരു എക്സ്പീരിയൻസ് എനിക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ടോ? ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഓഡിസി ഗംഭീര ലെവൽ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു ഗംഭീര ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു പടം. എനിക്ക് ഈ പടത്തിനൊരു 10/10 തന്നെ കൊടുത്ത എനിക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തത്. ക്രിസ്റ്റഫർ നോളൻ, ദ മിത്ത്, ദ ലെജൻഡ്, ആൻഡ് ഹീസ് ലൈക്ക് എ ടെക്സ്റ്റ് ബുക്ക് ഫോർ ഫിൽം മേക്കേഴ്സ്. ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഫോർ ഫിൽം മേക്കിംഗ്. ഈ ഒരു സിനിമ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ഗ്രീക്ക് മിത്തോളജി. ഞാൻ ശരിക്കും പറഞ്ഞ സിനിമ കണ്ടൊരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഈ പടം കണ്ടപ്പോൾ കിട്ടിയത്. ഞാൻ ശരിക്കും ആ ഒഡീസിയസിൻ്റെ ആ ഒരു അഡ്വഞ്ചറിൻ്റെ ഭാഗമായിട്ട് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, ഇതിൻ്റെ വിഷ്വൽസ്, ഇതിൻ്റെ മ്യൂസിക്, സൗണ്ട് ഡിസൈൻ എല്ലാം മാസ്റ്റർ പീസ് ലെവൽ, മാസ്റ്റർ ക്ലാസ് ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ സൗണ്ട് എത്രത്തോളം ഈ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ ക്യാമറ ചെയ്തു വെച്ച പരിപാടികളും ഗംഭീര ലെവലിലായി സിനിമയ്ക്ക് ഡെപ്തും ഇൻറ്റൻസിറ്റി കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആകെയുള്ള വിഷമം എനിക്ക് ഈ പടം ഐമാക്സിൽ കാണാൻ പറ്റിയില്ല. ഐമാക്സിൽ ദേ ആർ ലൂട്ടിങ്. ഒരു 1500-2000 റുപ്പീസൊക്കെയാണ് ചാർജ് ചെയ്യണത്. അത്രയൊന്നും കൊടുത്ത് കാണാനുള്ള കാശ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഐമാക്സ് മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ വേറെ ഒരു ബെസ്റ്റ് തിയേറ്റർ ചോയ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരിലുള്ളവർക്ക് സ്വാഗത് തിയേറ്റർ ഉണ്ട് MG റോഡിൽ. അത് കിഡിലൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ട് പറയാണ്. 230 റുപ്പീസേ അതിൻ്റെ പ്രൈസേ ഉള്ളൂ. ഐമാക്സിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരു ഇവിടെ തന്നെ പോയി കണ്ടോ. പിന്നെ അതേപോലെ ഐനോക്സ് M5 ECT മോളിലും ഒരു സ്ക്രീൻ ഉണ്ട്. അതും കീഴിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും. നാട്ടിലുള്ളവർ PXL കാണാൻ നോക്കുക. അതല്ലാത്തവർ ഏറ്റവും നല്ല പ്രീമിയം സ്ക്രീൻ തന്നെ പോയി കാണുക. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇതൊരു നോളൻ സിനിമ തന്നെയാണ്. വലിയൊരു സ്പൂൺ ഫീഡിങ് ഒന്നുമില്ല. ഒരു നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്യാണ്ട് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ നോക്കി വെച്ചോളൂ. ഈ സിനിമ കാണാൻ പോണതിന് മുന്നേ ഒരു പട്ടിക്കുഞ്ഞൊക്കെ ഉണ്ട്, വളരെ ഒരു പ്രോമിനൻറ്റ് ഒരു ക്യാരക്ടറാണ് ഇൻ ദിസ് ഗ്രീക്ക് ഈ ഒരു സ്റ്റോറിയിൽ. അതുകൊണ്ട് തന്നെ അതൊക്കെ ജസ്റ്റ് കുറച്ച് ക്യാരക്ടേഴ്സിനെ നോക്കി പോണത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും. ബിക്കോസ് ഈ സിനിമ കണ്ടു തുടങ്ങി കുറച്ച് ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ വളരെ സാധാരണയാണ്. പക്ഷെ എന്നാൽ കൺഫ്യൂഷൻസ് ആദ്യം ഉണ്ടാവുകയാണെങ്കിലും പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ അവരത് ആ പീസസ് എല്ലാം വെല്ലായിട്ട് അവർ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ അവസാനത്തെ 3/4 മണിക്കൂർ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുമല്ല, ഞാൻ ഈ ഒരു ഡിക്കേഡിൽ തന്നെ കണ്ടതാണ് അത് ഫൈനസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ഒന്നായിരുന്നു ഈ സിനിമയുടെ അവസാനത്തെ ദ ലാസ്റ്റ് ആക്ട്. ആ ഒരു ലാസ്റ്റ് ആക്ടിൽ നമ്മൾ ആദ്യം മുതലേ ഫുൾ ബിൽഡപ്പാണ്. ആ ഫസ്റ്റ് ഹാഫും മെയിൻലി ബിൽഡപ്പാണ്. അങ്ങനെ ജേണി കഴിഞ്ഞ് എത്തി. പിന്നീട് അവസാനത്തെ ലാസ്റ്റ് ആക്ട് ഉണ്ടല്ലോ, നമ്മൾ കൈയടിച്ച് വിസലടിച്ച് കംപ്ലീറ്റ് നമ്മൾ ഇമോഷണലി ഹൈ ആയിരിക്കും. അത്രയും കിടലിനൊരു ലാസ്റ്റ് ആക്റ്റാണ് ഈ ഒരു സിനിമയുടെ. ആ ഒരു ഒഡീസിയസിൻ്റെ ആ ഒരു ജേണി നമ്മുടെ സ്വന്തം ജേണിയായി മാറും. ആ ഒരു അഡ്വഞ്ചറിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റ് ആവും. നോളൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വിഷ്വൽസിൽ മാത്രമല്ല കാര്യം, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഹോൾ അഡ്വഞ്ചർ എക്സ്പീരിയൻസ് നമുക്ക് ഒരു ഹൈ തരുന്നൊരു സംഭവം തന്നെയാണ്. ഒരു മാസ്റ്റർ പീസാണ് സിനിമ, മാസ്റ്റർ ക്ലാസ് ആണ്, ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പ്ലീസ് OTTക്ക് വേണ്ടി കാണരുത്. ഈ പടം ഫോണിലോ TV കാണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല, തിയേറ്റർ തന്നെ കാണുക. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ കൂട്ടുകാരായിട്ടോ ഫാമിലിയായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രിവിലേജ് തന്നെയായിരിക്കും. അന്ന് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടു, ഈ പടം ഇറങ്ങിയ സമയത്ത്. അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും. സോ ഡോണ്ട് മിസ് ദിസ് ഹിസ്റ്ററി ഓൺ ബിഗ് സ്ക്രീൻ.